ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ മുതൽ ആ ഒരു ടൈം മുതൽ ഏകദേശം ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. ആ ടൈം മുതൽക്ക് തന്നെ നമുക്ക് ഉണ്ടാകുന്ന 22 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ വീഡിയോസ് സക്സസ് സ്റ്റോറീസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. ഒരിക്കലും ഒരു ഡോക്ടർ തരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ഒരു ടിപ്സും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്സിനോടൊപ്പം ഞാൻ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുക്കുന്നവരുണ്ട്. മെമ്പർഷിപ്പ് സ്പെഷ്യൽ മെമ്പർഷിപ്പ് ആയിട്ടുള്ള 159 റുപ്പീസിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഫാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പോസ്റ്റായിട്ട് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണത്. വോയിസ് ചാറ്റ് ആയിട്ടുള്ള രീതിക്കും നിങ്ങൾക്കതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ളതും പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ടും തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിലയബിലിറ്റിയും അതുപോലെ തന്നെ ഒരു സേഫ്റ്റിയും നമുക്കുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഗ്രൂപ്പിലില്ലാത്ത ആളുകൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടില്ല, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ചാനലിൽ ഡെയിലി എന്നോണം ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവിടെ ക്ലിയർ ചെയ്ത് പോകാനായിട്ടും സാധിക്കും കേട്ടോ. നോർമൽ മെമ്പർഷിപ്പ് അല്ല, സ്പെഷ്യൽ മെമ്പർഷിപ്പ് ആയിട്ടുള്ള 159 റുപ്പീസിൻ്റെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്ന ഏർലി പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾക്കില്ലെങ്കിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള സോക്കോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും തന്നെ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് ഫെയിൻറ്റിംഗ് ആണ്. അത് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ തളരുന്നത് പോലെ അല്ലെങ്കിൽ തല കറങ്ങുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുക. ചിലപ്പോൾ വീട്ടിൽ ഭയങ്കര ആക്റ്റീവായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. പെട്ടെന്ന് അങ്ങോട്ടൊന്ന് തിരികുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് പാത്രം കഴുകുമ്പോഴോ ഒന്ന് തേങ്ങ ചിരണ്ടുമ്പോഴോ ഒക്കെ തല കറങ്ങുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഫെയിൻറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പ്രൊജസ്ട്രോൺ ഹോർമോൺ നന്നായിട്ട് കൂടുന്നതും ഒക്കെയാണ് മെയിനായിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം. ഫെയിൻറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ജോലികൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കസേരയിൽ ഇരിക്കാതെ വേറെ നിലത്ത് പെട്ടെന്ന് ഇരിക്കുകയോ അല്ലെങ്കിൽ ബെഡിലോട്ട് കയറി ഇരിക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തല കറങ്ങി വീണ് കഴിഞ്ഞാൽ മറ്റുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യമൊന്നും ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ബ്രസ്റ്റിൽ ലീക്കേജ് സംഭവിക്കുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം മുതൽക്ക് തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആകുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഏർലി സ്റ്റേജിൽ വെച്ച് തന്നെ പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് ചില ആളുകൾക്ക് കൊളസ്ട്രോൾ ലീക്കേജ് ഉണ്ടാവാറുണ്ട്. വൈറ്റ് കളറിലെ ആയിരിക്കില്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറിലുള്ള ഒരു ലീക്കേജ് നമുക്ക് ഉണ്ടാകാറുണ്ട്. നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. പ്രഗ്നൻസി ടൈമിൽ ഇത് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എന്നാൽ ഈ ഒരു ലീക്കേജ് ഉണ്ടാവുകയും നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം പ്രഗ്നൻ്റ് ആകാതെ തന്നെ കൊളസ്ട്രോൾ ലീക്കേജ് ഉണ്ടാവുന്ന പ്രൊലാക്റ്റിൻ ലെവൽ ഹോർമോൺ കൂടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊലാക്റ്റിൻ കൂടി കഴിഞ്ഞ് നമുക്ക് ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത്. ഹെഡ് ഏക്ക് അല്ലെങ്കിൽ തലവേദന എന്ന് പറയുന്നത് നോർമലി എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നതും അതുപോലെ നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സും മറ്റുള്ള ഹോർമോൺ ഫ്ലക്ച്വേഷൻസും ഒക്കെ കൊണ്ട് നമുക്ക് കൂടുതലായിട്ടും തലവേദന ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൾറെഡി മൈഗ്രെയിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ള ഒരാൾക്ക് ഈ ഒരു ലക്ഷണം വെച്ചിട്ട് കൺഫേം ആയിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിൽ ചാൻസസ് കൂടുതലായിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടാനായിട്ടുള്ള ചാൻസസും ഈ ഒരു ഹെഡേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ട്. ഹെഡേക്ക് ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. തലവേദനയുടെ മരുന്നാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാതെ കുറച്ചു നേരം റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗമൊക്കെ ഒന്ന് പരിമിതപ്പെടുത്താനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കാനും ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാറിപ്പോയിക്കോളൂ കേട്ടോ.
അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൂക്കടപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മൂക്കടപ്പ് എന്ന് പറയുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് പലർക്കും വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമായിട്ട് വരാറുണ്ട് കേട്ടോ. മൂക്കിലോട്ടുള്ള രക്തയോട്ടം അതുപോലെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഭാഗത്തുള്ള വെയിൻസ് ഒക്കെ വികസിക്കാനായിട്ട് തുടങ്ങും. നോർമലി ഈ ഒരു കണ്ടീഷൻ കൊണ്ടാണ് പലർക്കും മൂക്കടപ്പ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതും ഒരു പ്രഗ്നൻസി ലക്ഷണം തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം വരുന്നത്. ഹൃദയമിടിപ്പ് നല്ലതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടുക. ഇപ്പോൾ നിങ്ങൾ പൾസ് കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഹാൻഡ് പൾസ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ പൾസ് നോക്കിക്കഴിഞ്ഞാലും പൾസ് റേറ്റിൽ വ്യത്യാസം വരുന്നത് പോലെ ഉണ്ടാകുന്നു. പൾസ് റേറ്റ് കൂടുന്നതിനുള്ള കാരണം ഹൃദയം നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ബ്ലഡിൻ്റെ പമ്പിങ് നന്നായിട്ട് പ്രഗ്നൻസി ടൈമിൽ നടക്കും. എങ്കിൽ മാത്രമേ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. ഇത് ഈ പമ്പിങ് കൂടുന്നതിൻ്റെ ഭാഗമായി ാണ് നിങ്ങൾക്ക് ഹാർട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നത് കേട്ടോ. പലരും ഏർലി പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നത് പലപ്പോഴും ഹാർട്ട് റേറ്റും അതുപോലെ നമ്മുടെ വെയിൻസ് ഒക്കെ പിടിച്ച് നോക്കിയിട്ടും പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നവരുണ്ട് കേട്ടോ. വെയിൻസ് പിടിച്ച് നോക്കിയിട്ട് പ്രഗ്നൻസി എങ്ങനെ കൺഫേം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഉണ്ട്. ഹാൻഡ് പൾസ് ദിജൂസ് വേൾഡ് എന്നാണ് ആ വീഡിയോയുടെ ടൈറ്റിൽ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ നിപ്പിളിൻ്റെ കളറിൽ വരുന്ന വ്യത്യാസമാണ്. നിപ്പിൾ നമുക്ക് നോർമലി പ്രഗ്നൻ്റ് ആകാത്തൊരു സ്ത്രീക്ക് ഒരു ബ്രൗൺ കളറിലെ നിപ്പിളായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിപ്പിളിൻ്റെ ഷെയ്ഡിൽ വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ബ്രൗണിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എൻഡിലോട്ട് എത്തുകയും അത് പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അത് ബ്ലാക്കിലോട്ട് ട്രാൻസ്ഫോം ആവുകയും ചെയ്യുന്നു. പ്രഗ്നൻസി ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ഇതുപോലെ കളറിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. പല ശരീരഭാഗങ്ങളും കൂടുതൽ ഡാർക്കൺ ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നോർമലി പ്രിമെൻസ്ട്രൽ സിംറ്റമായിട്ട് ഉണ്ടാകാത്തതും ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിയിൽ മാത്രം ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകുന്നത് കേട്ടോ. ബ്രൗണിൽ നിന്ന് ലൈറ്റ് ബ്രൗണിൽ നിന്ന് ബ്ലാക്കിലോട്ട് ട്രാൻസ്ഫോം ആവുക. ഈ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു കണ്ടീഷൻ, അതായത് 7ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് പീരിയഡ് ലൈക്ക് ക്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. പീരിയഡ്സിന്റെ ആദ്യത്തെ ദിവസം നമുക്ക് ഉണ്ടാകുന്നത് പോലുള്ളൊരു വേദന, അതൊരിക്കലും ഹെവി ആയിട്ടുള്ള വേദനയല്ല. ഫസ്റ്റ് ഡേ ആ ബ്ലഡ് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ബ്ലഡ് വന്ന് തുടങ്ങുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ചെറുതായിട്ടുള്ളൊരു വേദനയുണ്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് അതുപോലുള്ളൊരു വേദന നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. വേദന വന്നു പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ ഒരിക്കലും ഒരുപാട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വേദനയായിരിക്കില്ല. വരിക പോവുക അങ്ങനെയുള്ള ഒരു രീതിക്കായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ബ്ലീഡിങ് ഉണ്ടാകുന്നില്ല നിങ്ങൾക്കെങ്കിൽ അതും പോസിറ്റീവ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. 8ാമത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് വായിൽ മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെടുന്നതാണ്. അതായത് നമ്മളൊരു നാണയം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കടിക്കുന്ന സമയത്ത് വായിലൊരു സെൻസേഷൻ ഉണ്ടാവില്ലേ, ഈ ഒരു കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. ചിലർക്കൊക്കെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടും ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിറ്റമിൻ മെഡിസിൻസോ അല്ലെങ്കിൽ ചൂ ചെയ്യാനായിട്ടുള്ള മെഡിസിൻസോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ മാറിപ്പോകും കേട്ടോ. 10ാമതായിട്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഗമ്മിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. നമ്മുടെ മോണയ്ക്കോ അല്ലെങ്കിൽ പല്ലിനോ യാതൊരു തരത്തിലുള്ള ഒരു കേടോ കണ്ടീഷനോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി തന്നെയും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ബ്രഷ് കൊണ്ടാൽ തന്നെ ബ്ലീഡിങ് ഗംസ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് തന്നെയാണ് ആ ഒരു കണ്ടീഷൻ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഗമ്മ കൂടുതൽ സെൻസിറ്റീവ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചോര മോണയിൽ നിന്ന് പൊടിയുന്നത് പോലുള്ള ഒരു കണ്ടീഷനും അനുഭവപ്പെടാം കേട്ടോ. നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത്, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് പല്ലിൽ എന്തെങ്കിലും കേടോ അഴുക്കോ അങ്ങനെ പ്ലാക്ക് പോലെ അടിഞ്ഞു കൂടുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. കാരണം പ്രഗ്നൻസി ടൈമിൽ ഈ കണ്ടീഷനൊക്കെ ഭയങ്കര കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു സമയത്ത് അനസ്തേഷ്യ ഒക്കെ അൺവാണ്ടഡ് ആയിട്ട് എടുക്കാതിരിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡെന്റൽ ഹൈജീൻ നല്ലതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് വോമിറ്റിംഗ് എന്ന് പറയുന്നത്. വോമിറ്റിംഗ് നമുക്ക് ഉണ്ടാവുന്നത് ചില ആളുകൾക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു മഞ്ഞ കളറിലെ വെള്ളമായിരിക്കും വോമിറ്റ് ചെയ്ത് കളയുന്നത്. രാത്രി മൊത്തമുള്ള സമയത്ത് നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെയും കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യുന്നതുമാണ് ഈ യെല്ലോ കളറിലെ വെള്ളം നമ്മൾ വോമിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ കേട്ടോ. ചില ആളുകൾക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസീസും ഉണ്ടാകുന്നുണ്ട്. പ്രൊജസ്ട്രോണും HCG ഹോർമോൺ കൂടുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് വോമിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ചില ആളുകൾക്ക് വോമിറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നവരുണ്ട്, ഒന്നപ്പോൾ ശ്രദ്ധിക്കുക.
അടുത്തൊരു ബുദ്ധിമുട്ട് 12ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് ക്ലിറ്റോസിസ് പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ വജൈനയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ലിറ്റോസിസ് എന്ന് പറയുന്ന ഒരു പോർഷനിലെ, അതായത് നമ്മുടെ ഉള്ളിൽ യൂറിയയുടെ ഭാഗമല്ല, അതിന് തൊട്ട് മുകളിലായിട്ട് ഉണ്ടാകുന്ന ഒരു പോർഷനാണ്. എനിക്ക് ഇമേജ് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എനിക്ക് വരും. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഒരാഴ്ചയോളം കിട്ടിയതായിരുന്നു എനിക്ക്, കാരണം സ്ത്രീകളുടെ ബ്രസ്റ്റ്, അതുപോലെ അവരിൽ നിന്നുണ്ടാകുന്ന വജൈന ഡിസ്ചാർജ്, അതുപോലെ വജൈന, ഇങ്ങനെയുള്ള ബട്ടക്സ്, ഇങ്ങനെയുള്ള പോർഷൻസ് ഒന്നും എനിക്കിനി ഇമേജ് ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അതിപ്പോൾ കാർട്ടൂൺ ആയിട്ടുള്ള ഇമേജ് ആണെങ്കിലും ഗ്രാഫിക്സ് ആയിട്ടുള്ള ഇമേജ് ആണെങ്കിലും ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. യൂട്യൂബിൻ്റെ എല്ലാ പോളിസീസും ചേഞ്ച് ആവുകയാണ്. കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടി, ഒരു സ്ട്രൈക്ക് എനിക്ക് കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഇമേജ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ക്ലിറ്റോസിസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ശരീര അവയവം കിട്ടും. നമ്മുടെ യൂറിനേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ടുള്ളൊരു പോർഷനാണിത്. അവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ പ്രഷർ പോലെ വേദനകൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. 13ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് കൂടുതൽ ലീക്കേജ് നമുക്കുണ്ടാവുന്നത്. വജൈനൽ ഡിസ്ചാർജ് വളരെയധികം കൂടുതലായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഡിസ്ചാർജ് പോകുന്ന സമയത്ത് ചൊറിച്ചിലോ പുകച്ചിലോ ഫൗൾ സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. എന്നാൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് നിങ്ങൾക്ക് ഡിസ്ചാർജ് പോകുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിക്സ് പ്രിപ്പയർ ആകുന്നത് കൊണ്ടും പലപ്പോഴും ഇത്തരത്തിൽ കൂടുതലായിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകാം. ഇനി ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഇല്ലാത്തവർക്ക് ഒരിക്കലും തന്നെ അവരുടെ പ്രഗ്നൻസി ഹെൽത്തി അല്ല എന്നൊന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഓരോരുത്തർക്കും ഓരോ സിംറ്റംസും ഉണ്ടാകുന്നതിൻ്റെ ഡെപ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സിംറ്റംസ് ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട. അടുത്തൊരു കണ്ടീഷനാണ് പ്രഗ്നൻസി ഗ്ലോ എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ മുഖത്തിന് നല്ല ചേഞ്ചസ് ഉണ്ടാവുക, സ്കിൻ ടോൺ വ്യത്യാസം വരിക എന്നല്ല ഉദ്ദേശിച്ചത്. എല്ലാ സ്കിൻ ടോൺ തന്നെ ഭയങ്കര ഗ്ലോ ഉള്ളതായിട്ട്, ഭയങ്കര തിളക്കമുള്ളതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുക, ഫേസിൽ നല്ലൊരു പ്രകാശം നമുക്ക് അനുഭവപ്പെടുക. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ പലർക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും ഹോർമോൺസിന്റെ ഹൈക്കും നമ്മളെടുക്കുന്ന ഹെൽത്തി ഫുഡും പ്രിനേറ്റൽ വിറ്റമിൻസും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ. 15ാമത്തെ ലക്ഷണമാണ് മുഖക്കുരു ഉണ്ടാകുന്നത്. പോസിറ്റീവ് ആകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ മുഖക്കുരു എന്ന് പറയുന്നത് കേട്ടോ. ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ടാണ് പലർക്കും ഉണ്ടാകുന്നത്. പീരിയഡ്സ് ആവുന്ന സമയത്ത് മുഖക്കുരു ഉണ്ടാവുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുഖക്കുരു ഉണ്ടാവുന്നവർക്ക് അത് വെച്ചിട്ട് ഈ സിംറ്റം കണ്ടിന്യൂ ചെയ്യാനായിട്ട്, കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ അങ്ങനെയൊന്നും വരാത്തവർക്ക് പോസിറ്റീവ് ആകുന്ന സമയത്ത് ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ട് ഇതൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. 16ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ കൈമുട്ടിന്റെ ഭാഗം, കാൽമുട്ടിന്റെ ഭാഗം, അതുപോലെ പാദത്തിന്റെ ഭാഗം, നടുവിന്റെ ഭാഗം, ഈ പോർഷനിലൊക്കെ നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് യൂട്രസിന്റെ എക്സ്പാൻഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഇതുകൊണ്ടാണ് പലർക്കും ആ ഒരു എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് വേദനകൾ അനുഭവപ്പെടുന്നത് കേട്ടോ. യൂട്രസുമായിട്ട് ബന്ധമില്ലാത്ത പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു വേദന ഉണ്ടാകാം. അതായത് കഴുത്തിന്റെ ഭാഗത്തോ കൈമുട്ടിന്റെ ഭാഗത്തോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വേദന ഉണ്ടാകാം. നോർമലാണ്. ഈ ഒരു പെയിൻ ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ പെയിൻ കില്ലേഴ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ശക്തമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ളൊരു ഡോസേജിൽ ഡോളോ ഉപയോഗിക്കാവുന്നതും നല്ലതാണ് കേട്ടോ. 17ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് ഹെയർ ഫോൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ആ ഒരു ഹോർമോൺ വേരിയേഷൻ കൊണ്ടിട്ട് ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ട്. ആദ്യത്തെ സമയത്ത് ഉണ്ടാവുന്നത് ഹെയർ ഫോൾ ആണെങ്കിൽ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകാം കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും ഡെലിവറി വരെയുള്ള സമയത്തും ഈ ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകാം. പിന്നെ ഒരു ഹോർമോൺസ് ഒക്കെ നമ്മൾ നന്നായിട്ട് ഡൗൺ ആവുന്നതിന്റെ ഭാഗമായിട്ട് ഹെയർ ഫോളും സംഭവിക്കാം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വായ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ നോ സലേവ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് വായിൽ ഒട്ടും തന്നെ ടേസ്റ്റ് കിട്ടാത്ത അവസ്ഥയും തൊണ്ട പുകച്ചിലായിട്ടും അതുപോലെ ത്രോട്ടിന് കരകരപ്പും ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാം കേട്ടോ. നമ്മൾ യൂറിനേഷൻ വഴിയും അതുപോലെ വോമിറ്റിംഗ് വഴിയും ധാരാളം വെള്ളം നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. ഇതാണ് ഈ നോ സലൈവ കണ്ടീഷനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അതുപോലെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവർക്കും അനീമിയ ഉള്ളവർക്കും ഹൈപ്പർ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾക്കും ഈ നോ സലൈവ കണ്ടീഷൻ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് നോർമലി നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. പ്രഗ്നൻസി ടൈമിൽ എംബ്രിയോയുടെ ഗ്രോത്ത് നന്നായിട്ട് നടക്കണമെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ലെവലിൽ നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിക്വയർമെന്റ് ഉണ്ടായിരിക്കണം കേട്ടോ.
അടുത്തൊരു കണ്ടീഷനാണ് ബ്ലർഡ് വിഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ടി വിയും ഇരിക്കുന്ന സ്ഥലവും നിങ്ങളുടെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ, നിങ്ങൾ സുഗമമായിട്ട് കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണിൽ കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത് പോലെ ഉണ്ടാകും. ഒരു വൈറ്റ് കളറിലെ വര ചുറ്റും വരുന്നത് പോലുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് നിന്നിട്ട് കുറച്ച് അകലെ നിന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെയൊക്കെ നല്ലതായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും ബ്ലർഡായിട്ട് വിഷൻ പോകാം. ആ ഒരു കണ്ടീഷൻ അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം വളരെ മങ്ങിയ രീതിക്കായിരുന്നു ടി വിയിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്, എഴുതിയ ന്യൂസൊക്കെ വായിക്കാനായിട്ട് പറ്റിയിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവായി ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറിപ്പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് മാറിപ്പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണണം. ഹോർമോൺ ചേഞ്ച് ആണ് ഇതിനുള്ള കണ്ടീഷൻ പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ. ചില ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ലക്ഷണമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ചെറുതായിട്ട് സ്പോട്ടിംഗ് പോലെയോ ബ്ലീഡിംഗ് പോലെയോ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ബ്ലഡ് വളരെയധികം കുറവാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. 21ാമത്തെ പ്രഗ്നൻസി ലക്ഷണമാണ് പ്രഗ്നൻസി ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ചില സ്ത്രീകൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകും, യെസ് ഞാൻ പ്രഗ്നന്റ് ആണ്, നമ്മുടെ മനസ്സ് നമ്മളോട് പറയാന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഓവർ എക്സൈറ്റഡ് ആയിട്ട് എവറി മന്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അല്ല, പക്ഷെ നമ്മുടെ മനസ്സ് പറയില്ലേ, നമ്മൾ അമ്മയാകുമ്പോൾ ആ ഒരു കുഞ്ഞു നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും ഒക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, യെസ് യു ആർ പ്രഗ്നന്റ് എന്നുള്ളൊരു ഫീലിംഗ്, ഒരു സെൻസേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും പോസിറ്റീവ് കിട്ടാനായിട്ടുള്ള ചാൻസസിൽ വളരെയധികം കൂടുതലാണ് കേട്ടോ. പ്രഗ്നൻസി ഇൻഡ്യൂഷനെ പറ്റിയിട്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ആൻഡ് ഏറ്റവും ലാസ്റ്റത്തെ പ്രഗ്നൻസി ലക്ഷണം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ലക്ഷണമാണ് മിസ്ഡ് പീരീഡ് എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് ആയിക്കൊണ്ടിരുന്ന ആളാണെങ്കിൽ സഡൻലി ഒരു പീരീഡ്സിൽ ഒരു ഡേറ്റിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയതിൻ്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് ഹെൽത്തി ആയിക്കൊണ്ട് പോകുന്ന ഒരാൾ, വെയിറ്റ് ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം വെച്ചിട്ട് അത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ബ്ലീഡിങ് പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്നത് എത്രത്തോളം ആണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഒരുപാട് പേർക്ക് ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടായിട്ടും പോസിറ്റീവ് കിട്ടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ, ടേക്ക് കെയർ.